Hi all, magic morning all. അപ്പം എല്ലാവരും മെഡിറ്റേഷനിൽ നിന്നൊക്കെ പുറത്ത് വന്നിട്ടുണ്ടല്ലോ. ഞാൻ ഓഡിയബിൾ ആണല്ലോ? ഓക്കെ. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ സ്കിയോളോ ടീം മെമ്പറുടെ ക്ലാസ് ആണ് നസ്രുദ്ദീന്റെ. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നസ്രുദ്ദീന് 2 ക്ലാസ് എടുത്തിട്ടുണ്ട്. സോ ഇന്നത്തെ ഒരു ടോപ്പിക് വരുന്നത് ഡോഗ് മൈൻഡ് സെറ്റും അതുപോലെ തന്നെ ഈഗിൾ മൈൻഡ് സെറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പം ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നസ്രുദ്ദീനെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. നസ്രു, പ്ലീസ് വെൽക്കം. Thank you, Masita. So, magic morning to all. Magic morning. Okay. So, first of all, ഇന്നത്തെ ടോപ്പിക് ഇപ്പൊ മുഫീദ് പറഞ്ഞിരുന്നു. So, ഞാൻ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് തുടങ്ങാം. മൈൻഡ് സെറ്റ് ഈസ് എവറിത്തിങ്. അല്ലെങ്കിൽ മൈൻഡ് സെറ്റ് ആണ് നമ്മുടെ ഒരു ഉള്ളിലുള്ള മൈൻഡ് സെറ്റ് ആണ് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും റിഫ്ലക്ട് ചെയ്യുക. നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും അതില് മൈൻഡ് സെറ്റ് ആയിട്ട് കണക്റ്റഡ് ആണ്. മൈൻഡ് സെറ്റ് ഈസ് എവറിത്തിങ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? യെസ് ഓർ നോ? ഒന്ന് ടെക്സ്റ്റ് ചെയ്യൂ. മൈൻഡ് സെറ്റ് ഈസ് എവറിത്തിങ്. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ടെക്സ്റ്റ് യെസ്. ഇഫ് ഇറ്റ് ഈസ് നോ, ടൈപ്പ് ഇറ്റ് നോ. നിങ്ങൾക്ക് അങ്ങനെ എല്ലാം ഫീൽ ചെയ്തതെന്നുണ്ടെങ്കിൽ ടൈപ്പ് ഇറ്റ്. ഓക്കെ, ഒരുപാട് പേര് യെസ് എന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാവരും യെസ് ആണ്. നോ ആരുമില്ലേ? ആർക്കും മൈൻഡ് സെറ്റ് അങ്ങനെ എവറിത്തിങ് മൈൻഡ് സെറ്റ് അല്ല എന്ന് ഫീൽ ചെയ്തിട്ടില്ല? ഓക്കെ, കുറച്ച് പേരോട് ടൈപ്പ് ചെയ്യാനുണ്ട്. പറ, യെസ് ഓർ നോ? എല്ലാവരും ടൈപ്പ് ചെയ്യും. ഓക്കെ, യെസ്. ഓക്കെ, സോ ഭൂരിഭാഗം പേരും പറഞ്ഞിട്ടുള്ളത് മൈൻഡ് സെറ്റ് ഈസ് എവറിത്തിങ് എന്നുള്ളതാണ്, അല്ലെ? ഓക്കെ, സോ ഇന്ന് ഇതിലാരും ക്യാമറയൊന്നും ഓൺ ആക്കിയിട്ടില്ല. ഇല്ല, ഒരാളും ക്യാമറയൊന്നും ഓൺ ആക്കിയിട്ടില്ല. സോ എല്ലാവരും ക്യാമറയൊക്കെ ഒന്ന് ഓൺ ആക്കി ഒന്ന് എനർജറ്റിക് ആയിട്ട് ഇരുന്നേ. ഓക്കെ, ഒന്ന് രണ്ട് കംഫർട്ടബിൾ ആയിട്ടുള്ളവര്, മേ ബി സറൗണ്ടിങ് ഓക്കെ അല്ലാത്തവരെ ഓൺ ആക്കണ്ട. എല്ലാവരും ഓൺ. കുറച്ച് എനർജറ്റിക് ആയിട്ട് നിങ്ങള് മെഡിറ്റേഷൻ ഒക്കെ ആയിട്ടപ്പോ കുറെ പേര് ഉറങ്ങി പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കിടന്നൊക്കെ ക്ലാസ് കേൾക്കുന്നവരുണ്ടാവും. സോ നമ്മുടെ ദി മാജിക് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്, പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളാണ്, പോസിറ്റീവ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കേൾക്കുന്നവരാണ്. എല്ലാവരും പറ്റുന്നവരൊക്കെ ഒന്ന് ക്യാമറ ഓൺ ആക്കിയിട്ട് ഒന്ന് ചിരിക്കും. ഓക്കെ ഓക്കെ ഫൈൻ. സോ ഗ്രീക്ക് കാലം മുതൽ മനുഷ്യനുള്ള ഒരു സംശയമാണ്, ഒരു മൈൽ ദൂരം അഥവാ 1600 മീറ്റർ ഒരു മനുഷ്യനെ കൊണ്ട് 4 മിനിറ്റിനുള്ളിൽ ഓടിത്തീർക്കാൻ സാധിക്കുമോ എന്ന്. ഒരു മൈൽ ദൂരം 4 മിനിറ്റ്. അങ്ങനെ ഈ ഒരു സംശയം തീർക്കുന്നതിന് വേണ്ടിയിട്ട് അന്നത്തെ ലോകത്തിലെ ബെസ്റ്റ് ആയിട്ടുള്ള അത്ലറ്റ്സിനെ കൊടുത്തു, അവർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അവരെ ഓടിപ്പിച്ചു. പക്ഷെ ആരെ കൊണ്ടും 1600 മീറ്റർ അഥവാ ഒരു മൈൽ ദൂരം 4 മിനിറ്റിനുള്ളിൽ ഓടാൻ സാധിച്ചില്ല. അങ്ങനെ കുറച്ച് നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ട്രെയിനിങ് ഒക്കെ കൊടുത്താൽ അത്ലറ്റ്സ് ഒന്നുകൂടെ പ്രൊഡക്റ്റീവ് ആവും എന്നുള്ള ഒരു തോട്ടില് ഇവര് നല്ല രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കാം. പക്ഷെ അങ്ങനെയൊക്കെ ട്രെയിനിങ് കൊടുത്തിട്ടും ഒരു മൈൽ ദൂരം അഥവാ 1600 മീറ്റർ 4 മിനിറ്റ് കൊണ്ട് ആർക്കും ഓടാൻ സാധിച്ചു. പിന്നെ പേടി ഉണ്ടെങ്കിൽ മനുഷ്യൻ ഫിസിക്കലി ഒന്നുകൂടെ പ്രൊഡക്റ്റീവ് ആവും എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ മനുഷ്യൻ. സോ അതുപ്രകാരം അവര് മൃഗങ്ങളെ ബാക്കിലിട്ട് ഓടിക്കാൻ, ഈ പട്ടി പോലുള്ള മൃഗങ്ങളെ ബാക്കിലിട്ട് അത്ലറ്റ്സിനെ ഓടിക്കാൻ തുടങ്ങി. ഈ മൃഗങ്ങള് അവരെ പാസ് ചെയ്ത് പോവാന്നല്ലാതെ 1600 മീറ്റർ ആയി. കാലം കഴിഞ്ഞു, ഒരുപാട് കാലം മുന്നോട്ട് പോയി, നല്ല ഡോക്ടേഴ്സ് വന്നു, നല്ല ഫിസിഷ്യൻസ് വന്നു, മരുന്നുകളൊക്കെ കുത്തിവെക്കണം.
നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ട്രെയിനിങ്സ് കൊടുക്കാൻ തുടങ്ങി. നല്ല ഫിസിഷ്യൻസിന്റെ സപ്പോർട്ട് കൊടുക്കാൻ തുടങ്ങി. ഡോക്ടേഴ്സ് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെയുള്ള മരുന്നുകളെ കുത്തിവെച്ചിട്ടും അങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു. നല്ല ട്രെയിനിങ് കൊടുത്തു. പക്ഷേ 1600 മീറ്റർ 4 മിനിറ്റ് കൊണ്ട് ആരോടി. അങ്ങനെ വീണ്ടും കാലങ്ങൾ കഴിഞ്ഞിട്ട് അമേരിക്കയിലെ ഒരു ചെറുപ്പക്കാരൻ, ഒരു അത്ലറ്റ് ആണ്, റോജർ ബാൻസ്റ്റർ. അദ്ദേഹം അദ്ദേഹത്തിന്റെ കോച്ചിനോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ട്രെയിനർ ഈ ഒരു സംഭവം അദ്ദേഹത്തോട് പറഞ്ഞു. 1600 മീറ്റർ 4 മിനിറ്റ് കൊണ്ട് ഇതുവരെ ആരും ഓടിയിട്ടില്ല. ഒരുപാട് പേര് അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ ആർക്കും അതിന് സാധിച്ചിട്ടില്ല. അപ്പൊ റോജർ ചിന്തിച്ചു, എന്തുകൊണ്ട് അങ്ങനെ ഒരുപാട് പേര് ശ്രമിച്ചിട്ടുണ്ട്, സാധിച്ചിട്ടില്ല, അങ്ങനെയാണെങ്കിൽ ഞാനത് നേടും. അതായത് അങ്ങനെ ആ ഒരു എയിമിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഗോളിന് വേണ്ടിയിട്ട് അദ്ദേഹം 1 മാസം പ്രാക്ടീസ് ചെയ്തു, 2 മാസം പ്രാക്ടീസ് ചെയ്തു, 1 വർഷം പ്രാക്ടീസ് ചെയ്തു, 2 വർഷം പ്രാക്ടീസ് ചെയ്തു. അങ്ങനെ ഏകദേശം 10,000 മണിക്കൂറോളം അദ്ദേഹം ആ ഒരു സിംഗിൾ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്തു എന്നാണ് പറയുന്നത്. 10,000 മണിക്കൂർ. അങ്ങനെ ഫൈനലി അദ്ദേഹം അത് അച്ചീവ് ചെയ്തു. ഹി ഗോട്ട് ഇറ്റ്. 3 മിനിറ്റും 59 സെക്കൻഡും കൊണ്ട് 3 മിനിറ്റും 58 സെക്കൻഡും കൊണ്ട് അമേരിക്കയിലെ ആ ചെറുപ്പക്കാരൻ റോജർ ബാൻസ്റ്റർ അദ്ദേഹം 1600 മീറ്റർ ഓടി. അതല്ല അത്ഭുതം, പിന്നീട് നടന്നതാണ് അത്ഭുതം. 1 വർഷം കൊണ്ട് റോജർ നേടി. 1 വർഷം കൊണ്ട് 33 ആളുകൾ ആ ഒരു റെക്കോർഡ് അച്ചീവ് ചെയ്തു. റോജർ ബാൻസ്റ്റർ ഓടി 1 വർഷം കഴിഞ്ഞതിൽ പിന്നീട് ഈ ഒരു റെക്കോർഡ് അച്ചീവ് ചെയ്ത ആളുകൾ 33. കാലങ്ങളായിട്ട് മനുഷ്യൻ കഴിയില്ല, സാധിക്കില്ല, വി കാൺട്, എത്ര ട്രെയിനിങ് ചെയ്താലും സാധിക്കില്ല എന്ന് പറഞ്ഞൊരു സംഗതി, അല്ലെങ്കിൽ അങ്ങനെ മുദ്ര കുത്തിയൊരു പർപ്പസ് അമേരിക്കയിലെ ഒരു ചെറുപ്പക്കാരൻ ചെയ്യുന്നതിൽ ഒറ്റ വർഷം കൊണ്ട് 33 ആളുകൾ അത് ചെയ്തു. എന്തുകൊണ്ടാണ്? വൈ? ബിക്കോസ് മൈൻഡ് സെറ്റ് ഈസ് എവരിതിങ്. റോജർ ചെയ്യുന്നവരെ ആളുകൾ എന്താണ് ചെയ്യുന്നത്? അത് ഒരുപാട് പേര് ശ്രമിച്ചതാണ്, അത് സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. അത് സാധ്യമല്ല എന്നുള്ളത് ഒരുപാട് അത്ലറ്റ്സ്, ട്രെയിൻഡ് ആയിട്ടുള്ള അത്ലറ്റ്സ് പോലും പറഞ്ഞതാണ്. റോജർ ചെയ്തപ്പോൾ ആളുകൾ എന്ത് ചിന്തിച്ചു? ആളുകളുടെ മൈൻഡ് സെറ്റ് മാറി. സാധിക്കില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നിന്നും എന്തുകൊണ്ട് സാധിക്കില്ല, റോജർ ബാൻസ്റ്റർ അവൻ ചെയ്തെങ്കിൽ എനിക്കും ചെയ്യാലോ, അവൻ ചെയ്തെങ്കിൽ ഞാനും ചെയ്യും. റോജർ ബാൻസ്റ്റർ 3 മിനിറ്റ് 58 സെക്കൻഡ് കൊണ്ട് 1 മൈൽ ദൂരം ഓടിയെങ്കിൽ ഞാനും അത് ഓടാൻ വേണ്ടിയിട്ട് ശ്രമിക്കും, എന്നെ കൊണ്ടും അത് സാധിക്കും. ആ ഒരു മൈൻഡ് സെറ്റിന്റെ മാറ്റമാണ് പിന്നീട് 33 ആളുകൾ ആ ഒരു ഒറ്റ കൊല്ലം അത് ഓടിച്ചു. മൈൻഡ് സെറ്റ് ഇസ് എവറിഥിങ്. ഇന്ന് ആ ഒരു റെക്കോർഡ് അച്ചീവ് ചെയ്ത് ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. കാലങ്ങളായിട്ട്, കൺസിസ്റ്റന്റ് ആയിട്ട് കാലങ്ങളായിട്ട് അതല്ലായിരുന്നു. സോ അമേരിക്കയിലെ റോജർ ബാൻസ്റ്ററിന്റെ സ്റ്റോറിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം, മൈൻഡ് സെറ്റ് ഇസ് എവറിഥിങ്. സോ ഇതിലിപ്പോ എല്ലാവരും മൈൻഡ് സെറ്റ് ഇസ് എവറിഥിങ് എന്ന് ഓക്കെ ആയിട്ടുള്ളവരാണ്. ലൈക്ക് അങ്ങനെ തന്നെയാണ് യെസ് എന്ന് ടൈപ്പ് ചെയ്തവരാണ് നല്ലൊരു ശതമാനം പേരും. ബാക്കിയുള്ളവര് കുറച്ച് പേര് ടൈപ്പ് ചെയ്തിട്ടില്ല, അറിയില്ലായിരിക്കും അല്ലേ, ആണോ അല്ലേ, അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. അറിയില്ല എന്നുള്ളൊരു ഓപ്ഷൻ യെസ് ഓർ നോ എന്നാണ്. ഫൈൻ, നോ ഇഷ്യൂസ്. അല്ലെങ്കിൽ ടൈപ്പ് ചെയ്താവും. ഫൈൻ. സോ ഇപ്പൊ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ എന്റെ പരിചയം ഇവര് മുഫിദാൻ ചെയ്തതാണ്. എന്റെ പേര് നസ്രുദ്ദീൻ. അറിയാത്തവർ മേ ബി ചിലപ്പോൾ ഉണ്ടാവും. നസ്രുദ്ദീൻ, ഞാൻ +2 കഴിഞ്ഞ ഒരു സ്റ്റുഡന്റ് ആണ്. അതുപോലെ ഒരു മോട്ടിവേഷണൽ ട്രെയിനർ ആണ്, സ്കിയോളോ ടീം മെമ്പർ. ഓക്കെ, +2 കഴിഞ്ഞ് ഞാൻ ജിമാജിക് എന്ന കേരളത്തിലെ തന്നെ ബിഗ്ഗസ്റ്റ് 5am കമ്മ്യൂണിറ്റിയിൽ വന്നിട്ട് ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കുന്നു. എന്തുകൊണ്ട്? എന്നെക്കാൾ ഞാൻ മുന്നേ എന്റെ ആ ഒരു പാഷൻ ഇഗ്നൈറ്റ് ചെയ്ത ആ ഒരു സ്റ്റോറി ഞാൻ പറഞ്ഞതാണ്. എന്നെക്കാൾ 1 വയസ്സ് താഴെ ആയിട്ടുള്ള ഒരാള്
ഇത്രയും പേരെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഇന്ത്യൻ ബുക്സ് ഓഫ് റെക്കോർഡിലൊക്കെ കയറി മോട്ടിവേഷണൽ ട്രെയിനർ എന്നുള്ള ഒരു ടാഗ് വാങ്ങിയെങ്കിൽ, നന്നായിട്ട് പ്രസന്റേഷൻ സ്കില്ലുള്ള എനിക്ക് എന്തുകൊണ്ട് അത് ചെയ്തുകൂടാ എന്ന് ഞാൻ ചിന്തിച്ചു. ആ ഒരു മൈൻഡ് സെറ്റ് മാറിയത് കൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. നമുക്ക് ചുറ്റും ഒരുപാട് പേര് ഉറങ്ങുന്നുണ്ട് അല്ലെ? ഒരുപാട് പേര്. ഇവരൊക്കെ ഉറങ്ങുമ്പോഴും 5 മണിക്ക് എണീറ്റ് 5:30 മെഡിറ്റേഷൻ ചെയ്ത് പോസിറ്റീവായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾ എല്ലാവരും കേൾക്കും. എന്തുകൊണ്ട്? ബിക്കോസ് അത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് അങ്ങനെ ആയിരുന്നു അല്ലെ? സോ മൈൻഡ് സെറ്റ് ഇസ് എവറിഥിങ്. ഇപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ എന്നെക്കാൾ ക്വാളിഫിക്കേഷൻസ് ഉള്ള ആളുകൾ ഇതിലുണ്ട്. എല്ലാവരും എന്നെക്കാൾ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. എന്തുകൊണ്ടും എന്നെക്കാൾ ക്വാളിഫിക്കേഷൻസ് ഉള്ള ആളുകൾ ഇതിലുണ്ട്. ആഹ് ആഹ് നല്ല പൊസിഷൻസിൽ നിൽക്കുന്ന ആളുകളുണ്ട്, നല്ല റിച്ച് ആയിട്ടുള്ള ആളുകളുണ്ട്. പക്ഷെ അവിടെ ഞാൻ വിചാരിക്കുന്നുണ്ട്, ബിക്കോസ് ദാറ്റ്സ് ദ പവർ ഓഫ് മൈൻഡ്. ഓക്കെ, സോ ആർക്കെങ്കിലും ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു സ്റ്റോറി പറയാനുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ആർക്കെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ ഇങ്ങനെ മൈൻഡ് സെറ്റ് മാറിയ, അല്ലെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മൈൻഡ് സെറ്റ് മാറ്റിയത് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്തു? ഇപ്പൊ റോജർ ബാനിസ്റ്റർ അച്ചീവ് ചെയ്തുകൊണ്ട് ലോകം മൊത്തം മൈൻഡ് സെറ്റ് മാറ്റി ഒരുപാട് ആളുകൾ ആ ഒരു റെക്കോർഡ് അച്ചീവ് ചെയ്തു. അങ്ങനെ ഒരുപാട് സംഭവം. സോ നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും ജസ്റ്റ് വളരെ ബ്രീഫായിട്ടൊന്ന് പറയാൻ പറ്റുന്നവർ അങ്ങനെ ഒരു പോയിന്റിൽ മൈൻഡ് സെറ്റ് മാറ്റി ചിന്തിച്ച് പല കാര്യങ്ങളും അച്ചീവ് ചെയ്തിട്ടുള്ളവരാവും നിങ്ങൾ. ആരെങ്കിലും അതൊന്ന് തുറന്ന് പറയാൻ റെഡി ആയിട്ടുള്ളത്? പ്ലീസ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ തയ്യാറായിട്ടുള്ളത്. ഒരു പോയിന്റ് ഓഫ് വ്യൂല് മൈൻഡ് സെറ്റ് മാറ്റി പല കാര്യങ്ങളും അച്ചീവ് ചെയ്തിട്ടുണ്ടാവും. ആ അച്ചീവ് ചെയ്ത ഏതെങ്കിലും ഒരു കാര്യം എനിവേ. മാജിക് മോർണിംഗ് ഓൾ. ഓക്കെ, സെമീറാണ് പറയൂ. മാജിക് മോർണിംഗ്. സോ എനിക്ക് പറയാനുള്ളത്, ഇതുപോലെ മൈൻഡ് സെറ്റ് മാറ്റിയത് കാര്യം ആലോചിക്കുമ്പോ എനിക്ക് ഡ്രൈവിംഗ് പഠിച്ചപ്പോ ഭയങ്കര പേടിയായിരുന്നു. ഫസ്റ്റ് സ്കൂട്ടിയിലായാലും കാറിലായാലും ഒക്കെ കേറാനും ഭയങ്കര പേടി. പിന്നെ അത് നമ്മള് അവിടെ മുട്ടും എന്നൊക്കെ ഉള്ള ഒരു മൈൻഡ് സെറ്റിൽ അങ്ങനെ നമ്മൾ ഓടിച്ചു. അപ്പോ ശരിക്കും ആ ഒരു ചിന്ത വന്നുകൊണ്ട് അങ്ങനെ 1-2 പ്രാവശ്യം മുട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇപ്പൊ ഈ ക്ലാസ്സിൽ ഒക്കെ കേട്ടിട്ടാണ് ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റ് മാറ്റേണ്ട കാര്യം സേവ് സാർ എപ്പോഴും പറയാറുണ്ടല്ലോ, മൈൻഡ് സെറ്റ് മാറ്റുന്നില്ലേ. അപ്പൊ അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് അന്ന് ഞാൻ ആ ഒരു മൈൻഡ് സെറ്റിൽ ഓടിച്ചത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ വന്നത്. 1-2 പ്രാവശ്യം ആക്സിഡന്റ് ആയി. സ്കൂട്ടിയിൽ നിന്നാണെങ്കിൽ വീണു, കയ്യിനൊക്കെ ഒരു ചെറിയ ഇതൊക്കെ വന്നു. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റിയിരുന്നെങ്കിൽ അന്ന് എനിക്ക് ഫസ്റ്റ് അച്ചീവ് ചെയ്യായിരുന്നു എന്നുള്ളൊരു ചിന്ത ഇപ്പൊ എനിക്കുണ്ട്. പിന്നെ ഹസ്ബൻഡിന്റെ ഒക്കെ പ്രോത്സാഹനം കാരണം എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റിയ കുറച്ച് കാലത്തിന്റെ ഉള്ളില്. അങ്ങനെ ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. അതായത് എനിക്ക് വണ്ടി ഓടിക്കാൻ സാധിക്കില്ല എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിൽ നിന്നും ഹാർഡ് വർക്ക് ചെയ്ത് ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റിയതോടുകൂടി അവർ നന്നായിട്ട് ഓടിക്കാൻ തുടങ്ങി. ഇതുപോലെ നിങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും ഒരു പ്രശ്നം അല്ലെ? സോ മൈൻഡ് സെറ്റ് മാറ്റുക എന്നുള്ളതാണ് ജീവിത വിജയത്തിന് ഏറ്റവും ഒരു എന്താ പറയുക ഒരു ടേണിംഗ് പോയിന്റ്. ഓക്കെ, സോ ഇപ്പോ ഫുട്ബോൾ ഇതിഹാസം മെസ്സി, ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ, അതുപോലെ നമ്മുടെ എവർ ടൈം ഫേവറേറ്റ് മമ്മൂക്ക, അതുപോലെ തന്നെ ബിസിനസ്സിലെ സക്സസ് ആയിട്ടുള്ള യൂസുഫ് അലി സാർ, ഇവരുടെയൊക്കെ ഒരു ഒരു സീക്രട്ട് ഓഫ് സക്സസ് എന്താണെന്നറിയോ? ചേഞ്ചിങ് ദ മെന്റാലിറ്റി. അവരവരുടെ മൈൻഡ് സെറ്റ് മാറ്റി. എങ്ങനെ മാറ്റി? ദേ ചേഞ്ച് ദയർ മെന്റാലിറ്റി ടു വിന്നിങ് മെന്റാലിറ്റി, വിന്നർ മൈൻഡ് സെറ്റ്. നമ്മൾ ഒരു വിന്നിങ് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പ്രിപ്പയർ ആവുക എന്നുള്ളത്. വിൻ ചെയ്യാൻ പ്രിപ്പയർ ആവും. വിൻ ചെയ്യണമെങ്കിൽ നമ്മൾ പ്രിപ്പയർ ആവും അല്ലെ? വിന്നിങ് മൈൻഡ് സെറ്റ് നമ്മൾ തയ്യാറാക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് വിൻ ചെയ്യാൻ പ്രിപ്പയർ ആവും. ദെൻ വാട്ട് ഇസ് ദ സെക്കൻഡ് സ്റ്റെപ്പ്? തോൽവി അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവും. ഒരാൾ വിജയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ 100% എഫേർട്ട് ഇടുമ്പോൾ മേ ബി അദ്ദേഹം തോറ്റേക്കാം, മേ ബി. അല്ലെങ്കിൽ ചിലവരൊക്കെ അദ്ദേഹത്തെ പറഞ്ഞു തോൽപ്പിച്ചു അല്ലെ? അത്രയും നല്ല ആളുകളാണ് നമുക്ക് ചുറ്റും.
അതിന് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുക, അതിൽ ഗിവ് അപ്പ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ തയ്യാറാവുക. അതാണ് വിന്നിങ് മെന്റാലിറ്റി. ഇപ്പോ മെസ്സി വേൾഡ് കപ്പ് ഫൈനൽ അടിച്ച ഇയറിൽ ഫസ്റ്റ് കളി, മെസ്സി കഴിഞ്ഞ സീസണിൽ വേൾഡ് കപ്പ് ഫൈനൽ കപ്പ് അടിച്ചു, വേൾഡ് കപ്പ് അദ്ദേഹം അച്ചീവ് ചെയ്യുകയുണ്ടായി. ആ ഒരു ഇയറില് ഫസ്റ്റ് കളിയില് സൗദി അറേബ്യന്റെ ഒപ്പം അവർ തോറ്റിട്ടാണ്. അപ്പൊ അർജന്റീന പറയാണ് എന്തായാലും ഇനിയിപ്പോ അത് നടക്കൂല എന്ന് പറഞ്ഞ് അവർ ഗിവ് അപ്പ് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു തോൽവി അക്സെപ്റ്റ് ചെയ്യാൻ അവർ തയ്യാറായിരുന്നില്ല എങ്കിൽ അവരത് അച്ചീവ് ചെയ്യും. അന്നത്തെ ആ ഒരു വേൾഡ് കപ്പ് കിട്ടും? നെവർ ഹാവ്, കിട്ടില്ല. ഓക്കെ, സോ ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ഡവ് മൈൻഡ് സെറ്റ് വേഴ്സസ് ഈഗിൾ മൈൻഡ്. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയില് ഒരു പ്രശസ്തയായ ഒരു സയന്റിസ്റ്റ് ഉണ്ട്, കോറൽ എസ് ഡ്വെക്ക്. അവരുടെ ഒരു പുസ്തകമുണ്ട്. ഇന്നത്തെ ഒരു സെഷനിൽ എനിക്ക് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുള്ള ഒരു ബുക്കാണ് മൈൻഡ് സെറ്റ്. മനസ്സിന്റെ ഒരു എന്താ പറയാ, എല്ലാത്തരം പെർസ്പെക്റ്റീവിനെ പറ്റി വളരെ വ്യക്തമായിട്ട് പലതരം ടെസ്റ്റുകളൊക്കെ നടത്തി അവരെഴുതിയ ഒരു പുസ്തകമാണ് മൈൻഡ് സെറ്റ്. വായിച്ചു, മേ ബി ഇറ്റ് വിൽ ബി എ മിറക്കിൾ, മാജിക് എന്നൊക്കെ പറയും, ഡെഫിനറ്റ്ലി. സോ കോറൽ എസ് ഡ്വെക്ക് അവര് അവരുടെ പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. രണ്ടു തരം മൈൻഡ് സെറ്റ്, വിജയിച്ചവരുടെ മൈൻഡ് സെറ്റ്, തോറ്റവരുടെ മൈൻഡ് സെറ്റ്, വിന്നിങ് മൈൻഡ് സെറ്റ് ആൻഡ് ഫെയിലിയർ മൈൻഡ് സെറ്റ്. ഏതൊരു വിജയിച്ച ആളെ എടുത്താലും അവരുടെ പിന്നില് വ്യക്തമായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് എന്നുള്ളതാണ്. ദാറ്റ്സ് ഈഗിൾ മൈൻഡ് സെറ്റ്. ഡവ് മൈൻഡ് സെറ്റ് ആണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ബി എ ഫെയിലിയർ. ഡവ് മൈൻഡ് സെറ്റുമായിട്ട് ഒരാൾക്ക് വിജയിക്കാൻ സാധിക്കും. ഇഫ് യു വാണ്ട് ടു വിൻ, യു വാണ്ട് ടു ബി എ ഈഗിൾ മൈൻഡ് സെറ്റ്. നിങ്ങൾക്കൊരു ഈഗിൾ മൈൻഡ് സെറ്റ്, നിങ്ങൾക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈഗിൾ മൈൻഡ് സെറ്റ് വേണം. സോ വാട്ട് ഈസ് ഈഗിൾ മൈൻഡ് സെറ്റ്, വാട്ട് ഈസ് ഡവ് മൈൻഡ് സെറ്റ്? അതാവും നിങ്ങളുടെ ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, സോ ഞാനൊരു 8 ഡിഫറൻസസ് പറയാം. 8 ഡിഫറൻസ്, ഡവ് മൈൻഡ് സെറ്റും ഈഗിൾ മൈൻഡ് സെറ്റുമായിട്ടുള്ള 8 ഡിഫറൻസ് പറയാം. ആ ഒരു 8 ഡിഫറൻസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വാട്ട് ഈസ് ഡവ് മൈൻഡ് സെറ്റ്, വാട്ട് ഈസ് ഈഗിൾ മൈൻഡ് സെറ്റ്. ആൻഡ് ഈ ഒരു ഡിഫറൻസ് കേൾക്കുമ്പോൾ നിങ്ങളെ തന്നെ വിലയിരുത്തണം. ഹു ആം ഐ? ഞാനൊരു ഫിക്സഡ് ഈഗിൾ മൈൻഡ് സെറ്റുള്ള ആളാണോ, ഡവ് മൈൻഡ് സെറ്റുള്ള ആളാണോ? നിങ്ങൾ വിലയിരുത്തണം. എന്നെ കൊണ്ട് വിജയിക്കാൻ സാധിക്കുമോ? ഞാൻ ഇങ്ങനെയാണെങ്കിൽ, നിങ്ങൾ ഒരു ഡവ് മൈൻഡ് സെറ്റുള്ള ആളാണെങ്കിൽ ഡെഫിനറ്റ്ലി യു വാണ്ട് ടു ബി ചേഞ്ച്. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തു, ഒരുപാട് പേര് ചുറ്റും ഉറങ്ങുന്നുണ്ട്, പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളാണ് മെഡിറ്റേഷൻ ചെയ്ത് പോസിറ്റീവായിട്ടുള്ള ക്ലാസ് കേൾക്കാൻ തയ്യാറായിട്ട് വന്നത്. സോ വി ആർ യുണീക്. നമുക്ക് ഈഗിൾ മൈൻഡ് സെറ്റ് ആണ് വേണ്ടത്. സോ നിങ്ങളിൽ ആർക്കെങ്കിലും ഡവ് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു വാണ്ട് ടു ബി ചേഞ്ച്. ഈ ഒരു 8 ഡിഫറൻസസ് കേൾക്കുന്നതോടുകൂടി നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ ഈസ് ഡവ് മൈൻഡ് സെറ്റ് ഉള്ളവര് believe intelligence and talents are static. Believe intelligence and talent, ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതിന്റെ റെക്കോർഡ് അവൈലബിൾ ആണ്. സോ believe intelligence and talent are static. ഇന്റലിജൻസ്, ടാലന്റ്, കഴിവ്, ബുദ്ധി എന്നൊക്കെ പറയുന്ന ഈ ഒരു സംഭവം ഇത് സ്റ്റാറ്റിക് ആണ്, നിന്ന് പോകുന്നതാണ്. ഇതിനൊരു പരിധിയുണ്ട് എന്നാണ് ഡവ് മൈൻഡ് സെറ്റ് ഉള്ളവർ വിശ്വസിക്കുന്നത്. ഇപ്പൊ എന്റെ ഇന്റലിജൻസിന്, എന്റെ ടാലന്റിനൊക്കെ, എന്റെ ബുദ്ധി, എന്റെ കഴിവൊക്കെ അതിനൊരു പരിധിയുണ്ട്. ഒരു നിശ്ചിത പോയിന്റിൽ എത്തിയാൽ അതൊക്കെ നിൽക്കും. ഇറ്റ് ഈസ് സ്റ്റാറ്റിക് എന്ന് വിശ്വസിക്കുന്നവരാണ് ഡവ് മൈൻഡ് സെറ്റ് ഉള്ളവർ. എന്നാൽ അതേ സ്ഥാനത്ത് ഈഗിൾ മൈൻഡ് സെറ്റ് ഉള്ളവർ എന്ത് വിചാരിക്കും? ബിലീവ് ഇന്റലിജൻസ് ക്യാൻ ബി ഇംപ്രൂവ്ഡ്. സ്വന്തം ബുദ്ധിശക്തി ആയാലും കഴിവായാലും എന്തായാലും ഇറ്റ് ക്യാൻ ബി ഇംപ്രൂവ്ഡ്. എനിക്കത് ഇംപ്രൂവ് ചെയ്യാം. അങ്ങനെയാണ് ഈഗിൾ മൈൻഡ് സെറ്റ് ഉള്ള ഒരാൾ ചിന്തിക്കുന്നത്. ഡവ് മൈൻഡ് സെറ്റ് ഉള്ള ഒരാള് ഇതിനൊക്കെ ഒരു പരിധി ഉണ്ട്. ഇപ്പോ ഒരാൾ ചിന്തിക്കുകയാണ്, എല്ലാവർക്കും ഒരാൾ ചിന്തിക്കുകയാണ് എന്റെ കഴിവും ബുദ്ധിയൊക്കെ അതിന്റെ പരിധി എത്തിയിട്ടുണ്ട്. ഡവ് മൈൻഡ് സെറ്റ്. അപ്പൊ എന്താണ് ഈഗിൾ മൈൻഡ് സെറ്റ്? ഐ വിൽ ഇംപ്രൂവ്, ഇറ്റ് ക്യാൻ ബി ഇംപ്രൂവ്.
ഞാനൊന്ന് മനസ്സ് വെച്ചാൽ അത് സുഖമായിട്ട് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും ഒരു സാധനമാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ആൻഡ് സെക്കൻഡ്, ഡൗ മൈൻഡ് സെറ്റ് ഉള്ളവര് അവോയ്ഡ് ചാലഞ്ചസ് ടു അവോയ്ഡ് ഫെയിലിയേഴ്സ്. അവോയ്ഡ് ചാലഞ്ചസ് ടു അവോയ്ഡ് ഫെയിലിയേഴ്സ്. അവർ ചലഞ്ചുകളെ മാക്സിമം അവോയ്ഡ് ചെയ്യും. എന്തെങ്കിലുമൊക്കെ ഒരു ചലഞ്ച് അവർ ഫേസ് ചെയ്താൽ, എന്തെങ്കിലുമൊക്കെ ഒരു പ്രതിസന്ധി അവർ ഫേസ് ചെയ്താൽ അവർ പെട്ടെന്ന് അവോയ്ഡ് ചെയ്യും. അത് വേണ്ട, ചലഞ്ച് വേണ്ട. നമുക്കിങ്ങനെ രസമായിട്ട് കംഫർട്ടായിട്ട് പോയി. അതാണ് ലവ് മൈൻഡ് സെറ്റ് ഉള്ളവരുടെ ഒരു ചിന്ത എന്ന് പറയുന്നത്. എന്നാൽ അതേ സ്ഥാനത്ത് ഈഗിൾ മൈൻഡ് സെറ്റ് ഉള്ളവർ എന്ത് ചിന്തിക്കും? വില്ലിംഗ്ലി എംബ്രൈസസ് ചലഞ്ചസ്. അവർ ചലഞ്ചസ് അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ഞാൻ റെഡിയാണ്, ചലഞ്ചസിന്റെ റെഡിയാണ്. ഇപ്പോ ഒരു 5.5 അടി ഒക്കെ ഉള്ള ഒരാള് ഒരു 6.25 അടി തൊടുകയാണെന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് ഡൗ മൈൻഡ് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇന്നും അയാൾ ഒരു 6.25 അടിയെ തൊടുകയുള്ളൂ. എന്നാൽ ഈഗിൾ മൈൻഡ് സെറ്റ് ആണെങ്കിൽ 6.25 തൊടാൻ നോക്കും, ചാടിയിട്ട് 7 തൊടാൻ നോക്കും, പിന്നെയും ചാടി. That's the mindset of eagle mindset. അവർ ചലഞ്ചസ് അക്സെപ്റ്റ് ചെയ്യും. മറ്റുള്ളവര് ഡൗ മൈൻഡ് സെറ്റുകാർ ചലഞ്ചസിനെ റെസിസ്റ്റ് ചെയ്യും. ആൻഡ് ദ തേർഡ് പോയിന്റ് ഇസ്, ഡൗ മൈൻഡ് സെറ്റ് ഉള്ളവര് വ്യൂ ഫീഡ്ബാക്സ് ആസ് പേഴ്സണൽ ക്രിറ്റിസിസം. ഇപ്പോ ഫീഡ്ബാക്കുകൾ, ഇപ്പൊ ഒരാള് പറയുകയാണ്, നീ ആ ഒരു കാര്യം ഒന്ന് ഇംപ്രൂവ് ചെയ്യണം, അപ്പോ നീ ആ ഒരു സംഭവം അതൊന്ന് ശരിയാക്കണം, നിന്റെ ക്ലാസ്, നിന്റെ പ്രസന്റേഷൻ അത്ര ശരിയല്ല, നീ ആ പറഞ്ഞത് ശരിയായില്ല. അങ്ങനെയുള്ള ഫീഡ്ബാക്സ് നമുക്ക് തരുന്നത് അതൊരു പേഴ്സണൽ ക്രിറ്റിസിസം ആയിട്ടാണ് ഈ ഡൗ മൈൻഡ് സെറ്റിൽ അവർ കാണുന്നത്. അല്ലെങ്കിൽ അവരിപ്പോ എന്താ എന്നോട് അങ്ങനെ പറഞ്ഞു, അവരിപ്പോ എന്തിനാ എന്നോടൊപ്പം അങ്ങനെ പറഞ്ഞു, അങ്ങനെ എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞത്, അങ്ങനെയാണ് ചിന്തിക്കുന്നത്. എന്നാൽ ഈഗിൾ മൈൻഡ് സെറ്റ് ഉള്ളവര് എന്ത് ചെയ്യും? വ്യൂ ഫീഡ്ബാക്ക് ആസ് എ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. ഫീഡ്ബാക്ക് ഒരു സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആയിട്ടാണ് അവർ. ഇപ്പൊ ഫീഡ്ബാക്ക്, അത് ശരിയാണല്ലോ, ഞാനത് ശരിയാക്കണം അല്ലേ, അത് അവരുടെ വ്യൂ ആണ് പറയുന്നത്, അവരുടെ തോട്ടാണ് പറയുന്നത്. ഇറ്റ്സ് എ പീസ് ഓഫ് ഇൻഫർമേഷൻ. ഈഗിൾ മൈൻഡ് സെറ്റ് ഉള്ളവര് അതൊരു പീസ് ഓഫ് ഇൻഫർമേഷൻ ആയിട്ട്. ഇപ്പോ നിങ്ങള് ഇപ്പൊ ഏതൊരാളും, ഞാന് ബി മാജിക്കിൽ ആരാണെങ്കിലും ക്ലാസ്സിന്റെ അവസാനം ഇപ്പൊ ഞാൻ ഫീഡ്ബാക്ക് ചോദിക്കാറുണ്ട്, നിങ്ങൾ എനിക്ക് ഫീഡ്ബാക്ക് പറഞ്ഞു തരാറുണ്ട്. അതൊക്കെ ഒരു പീസ് ഓഫ് ഇൻഫർമേഷൻ ആയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ഇത് ക്ലാസ്സിൽ എന്നല്ല, ജീവിതത്തിൽ എവിടെയാണെങ്കിലും നീ ആ പറഞ്ഞത് ശരിയായില്ല, നീ ആ ചെയ്തത് ശരിയായില്ല, നിന്റെ നീ ആ ഒരു കാര്യം ചെയ്തത് പറഞ്ഞതൊന്നും ശരിയായില്ല എന്ന് പറയുകയാണെങ്കിൽ accept it as a piece of information. അതാണ് ഈഗിൾ മൈൻഡ് സെറ്റിൽ ചെയ്യാം. അല്ലാതെ അവർക്ക് എന്നോട് കുശുമ്പാണ്, അസൂയാണ്, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. Never think that. Okay. So the fourth point is, feel threatened by the success of others. ഡൗ മൈൻഡ് സെറ്റ് ഉള്ളവര് മറ്റുള്ളവരുടെ സക്സസ് കാണുമ്പോൾ അവർക്ക് നേടിയില്ലേ, അവർക്ക് കിട്ടി, ഒരു 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 എന്താ പറയാ, threatened ആവും, ഭയങ്കര സങ്കടം, വ്യാകുലത എന്നൊക്കെ പറയും. ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ അവര് നല്ലൊരു കാർ എടുത്താൽ, മറ്റുള്ള ഒരാൾ, ഒരു ഫ്രണ്ട് സർക്കിളിലുള്ള ഒരാള് നല്ലൊരു കാർ എടുത്താൽ, അവനെടുത്തൂലേ, അവൻ അങ്ങനെ എടുക്കേണ്ടൊന്നും അല്ലല്ലോ, എന്തുകൊണ്ടാ അവൻ എടുത്തത്, അവന്റെ അതിന് മാത്രമുള്ള വലിച്ചൊന്നും ഇല്ല, പിന്നെ എങ്ങനെ അവൻ എടുത്താവല്ലേ, അവൻ എടുത്തൂലേ. ഇതാണ് ഡൗ മൈൻഡ് സെറ്റ് ഉള്ളവരുടെ മൈൻഡ് സെറ്റ്. എന്നാൽ ഈഗിൾ മൈൻഡ് സെറ്റ് ആണെങ്കിൽ, അവനൊരു കാർ എടുത്തെങ്കിൽ, നമ്മുടെ റോജർ ബാൻസ്റ്ററിന്റെ സ്റ്റോറിയിൽ അവർ ചിന്തിച്ച പോലെ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് ചിന്തിച്ചു, അവനൊരു കാർ എടുത്തെങ്കിൽ വൈനോട്ടായി, ഞാൻ എന്തുകൊണ്ട് എടുക്കില്ല, എനിക്ക് എന്തുകൊണ്ട് എടുക്കാൻ സാധിക്കില്ല. ഐ ടു ക്യാൻ വ്യൂ അതേഴ്സ് സക്സസ് ആസ് ഇൻസ്പിറേഷൻ. മറ്റുള്ളവർ വിജയിക്കുമ്പോൾ അതൊരു ഇൻസ്പിറേഷൻ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യും. അവരുടെ അടുത്തെങ്കിൽ എന്തായാലും ഞാൻ എടുക്കും, അവനത് നേടിയെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ അത് നേടും. That's the mindset. Okay. സോ 4 ഡിഫറൻസ് നമ്മൾ പറഞ്ഞു. നിങ്ങൾക്ക് ഓക്കെ ആണോ? നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിലയിരുത്താൻ പറ്റുന്നത് എന്താണ് ഡൗ മൈൻഡ് സെറ്റ് ആണോ ഈഗിൾ മൈൻഡ് സെറ്റ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിലയിരുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് യെസ് എന്ന് ടൈപ്പ് ചെയ്യും.
അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന ഡിഫറൻസ് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് വാട്ട് ഈസ് ഈഗിൾ മൈൻഡ് സെറ്റ്, വാട്ട് ഈസ് ഈഗിൾ മൈൻഡ് സെറ്റ് ആൻഡ് വാട്ട് ഈസ് ഡൗ മൈൻഡ് സെറ്റ് എന്ന് മനസ്സിലാവുന്ന വേരിയേഷൻ എന്ന ടൈപ്പ്. ഓക്കെ ഓക്കെ, ഒരുപാട് വേരിയേഷൻ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഗുഡ്. സോ അടുത്ത പോയിന്റ് എന്താന്ന് വെച്ചാൽ ഡൗ മൈൻഡ് സെറ്റ് ഉള്ളവര് ബിലീവ് പുട്ടിങ് ഇൻ എഫേർട്ട് ഈസ് വർക്ക്ലെസ്. ഓക്കെ, സോ എഫേർട്ട് എടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് വർക്ക്ലെസ്, അതൊരു കാര്യമില്ല. നമ്മൾ കുറെ എഫേർട്ട് ഇട്ടു, ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കുറെ എഫേർട്ട് ഇട്ടു, നത്തിങ്, അതുകൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ് ഡൗ മൈൻഡ് സെറ്റ് ഉള്ളത്. ചിന്തി, ഞാൻ കുറെ എഫേർട്ട് ഇടുന്നുണ്ട്, അതുകൊണ്ടൊന്നും എനിക്കൊരു ഇറ്റ്സ് നോട്ട് വർത്തി. പക്ഷെ ആ സ്ഥാനത്ത് ഈഗിൾ മൈൻഡ് സെറ്റ് ഉള്ളവരെന്താ വിചാരിക്കുക, ബിലീവ് എഫേർട്സ് ലീഡ്സ് ടു മാസ്റ്ററി. ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എഫേർട്ട് ഇടുമ്പോൾ അതെന്നെ മാസ്റ്റർ ആക്കും, ആ കാര്യത്തിൽ എന്നെ മാസ്റ്റർ ആക്കും. ഇപ്പൊ ഞാന് നന്നായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എഫേർട്ട് ഇടുക, പലതരം ഫുഡ്, എല്ലാ ലൈക്ക് പല ആളുകൾ ഉണ്ടാക്കുന്ന പലതരം ഫുഡുകൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് എഫേർട്ട് ഇടുക. എന്റെ തടിയൊക്കെ ഒന്ന് ഉഷാറാവും, അത് ഓൾറെഡി ഉഷാറാണ്, കുറച്ച് അധികം ഉഷാറായിട്ട് അവസ്ഥയേ ഉള്ളൂ. ഓക്കെ, സോ അങ്ങനെ ഞാൻ എഫേർട്ട് ഇടുവാണെങ്കിൽ എനിക്ക് പല ഫുഡുകളുടെ ടേസ്റ്റ് മനസ്സിലാക്കാൻ പറ്റും, ഞാൻ അതിൽ മാസ്റ്റർ ആവും, അല്ലെ? ഇപ്പോ ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള ഒരു ടേമില് അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ എന്നുള്ള ഒരു ടേം സർ ഒരുപാട് എഫേർട്ട് അതിലിട്ടപ്പോ സർ അതിൽ മാസ്റ്റർ ആയി. അതുപോലെ ഈഗിൾ മൈൻഡ് സെറ്റ് ഉള്ളവർ എന്താ ചിന്തിക്കുക, ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എഫേർട്ട് ഇടുവാണെങ്കിൽ ഐ ക്യാൻ ബി ദ മാസ്റ്റർ, എനിക്കതിൽ മാസ്റ്റർ ആവും. ആൻഡ് നെക്സ്റ്റ്ലി 6th point, ഇഗ്നോർ ഫീഡ്ബാക്സ് ഫ്രം അതേഴ്സ്. ഈ ഡൗ മൈൻഡ് സെറ്റ് ഉള്ളവര് ഇഗ്നോർ ഫീഡ്ബാക്സ്, നമ്മൾ ഫീഡ്ബാക്കിനെ പറ്റി കുറച്ച് മുന്നേ പറഞ്ഞു, അവര് ഫീഡ്ബാക്കുകളെ ഇഗ്നോർ ചെയ്യും, ഒഴിവാക്കും. മറ്റൊരാൾ പറയാണ്, ഇപ്പൊ നീ അവിടെ അങ്ങനെ പറഞ്ഞില്ലേ, അത് ഇല്ല പറയണം, ഫീഡ്ബാക്ക് എനിക്ക് വേണം എന്നാവും അവരുടെ മൈൻഡ് സെറ്റ്. എന്നാൽ ഈഗിൾ മൈൻഡ് സെറ്റ് ഉള്ളവരാണെങ്കിലോ വ്യൂ ഫീഡ്ബാക്ക് ആസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ലേൺ. ഫീഡ്ബാക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ആണ് പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് അവർ കാണും. നെക്സ്റ്റ് പോയിന്റ് ഇസ് ഗിവ് അപ്പ് ഈസി. ഡൗ മൈൻഡ് സെറ്റ് ഉള്ളവര് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഇത് നടപടിയാവില്ല, ഇത് നടക്കില്ല, ഗിവ് അപ്പ് ഈസി, നമുക്ക് നിർത്താം, ഗിവ് അപ്പ്, അതാവും അവരുടെ മൈൻഡ് സെറ്റ്. എന്നാൽ ഈഗിൾ മൈൻഡ് സെറ്റ് ഉള്ളവരാണെങ്കിലോ വ്യൂ ഫീഡ്ബാക്ക് ആസ് ആൻ persist in the face of setbacks. എന്ത് തന്നെ നടന്നാലും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അത് നേടും. persist in the face of setbacks, അതൊരു ഗിവ് അപ്പ് ചെയ്യില്ല, എത്ര എഫേർട്ട് ഇട്ടിട്ടായാലും ഞാനത് നേടും എന്നുള്ളതാണ് അവരുടെ. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ്, അവോയ്ഡ് ഫെയിലിയേഴ്സ്. ഈ ഈഗിൾ ഡൗ മൈൻഡ് സെറ്റിൽ വരുന്നത് അവര് അവോയ്ഡ് ഫെയിലിയേഴ്സ്, അവര് തോൽവികളെ ഒഴിവാക്കും. പെട്ടെന്ന് തോൽക്കുന്നു കണ്ട പിന്നെ അയ്യോ, ഞാൻ നേരത്തെ പറഞ്ഞു വിന്നിങ് മെന്റാലിറ്റി നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത് തോൽക്കാൻ വേണ്ടിയിട്ടാണ്. ഡൗ മൈൻഡ് സെറ്റിലുള്ളവര് അവോയ്ഡ് ഫെയിലിയേഴ്സ്. ഫെയിലിയർ വേണ്ട, തോൽവി വേണ്ട, തോൽവി എന്നെ താളാക്കും, തോൽവി എനിക്ക് പേടിയാണ്, അല്ലെങ്കിൽ തോൽവിയോ നത്തിങ് ലൈക്ക്. ഈഗിൾ മൈൻഡ് സെറ്റിലുള്ളവര് ബിലീവ് ഫെയിലിയേഴ്സ് ആർ ജസ്റ്റ് ടെമ്പററി സെറ്റ്ബാക്സ്. ഫെയിലിയർ എന്നുള്ളത് നമ്മളെ ഒരു പഴമൊഴി ഉണ്ടല്ലോ, തോൽവി വിജയത്തിന്റെ പിന്നോടി എന്തോ അതാണ്, ലൈക്ക് ദാറ്റ്. ബിലീവ് ഫെയിലിയേഴ്സ് ആർ ജസ്റ്റ് ടെമ്പററി സെറ്റ്ബാക്സ്. തോൽവി എന്ന് പറയുന്നത് ടെമ്പററി ആയിട്ട് ഇപ്പോ ഉള്ളതാണ്, തോൽവി ഞാൻ വിജയിക്കും, അതാവും ഈഗിൾ മൈൻഡ് സെറ്റിലുള്ളവരുടെ. സോ ഞാൻ 8 ഡിഫറൻസസ് പറഞ്ഞു, ഡൗ മൈൻഡ് സെറ്റും ഈഗിൾ മൈൻഡ് സെറ്റും തമ്മിലുള്ള 8 ഡിഫറൻസസ് പറഞ്ഞു. ഈ ഒരു ഡിഫറൻസ് വിലയിരുത്തുന്നതോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും, ആണോ ഞാൻ ഡൗ മൈൻഡ് സെറ്റുള്ളവരാണോ
ഞാൻ ഡൗ മൈൻഡ് സെറ്റുള്ള ഒരാളാണോ ഈഗിൾ മൈൻഡ് സെറ്റുള്ള ഒരാളാണോ? അല്ലെ? സോ ഡൗ മൈൻഡ് സെറ്റുള്ളവര് ഡെഫിനറ്റ്ലി യു വാണ്ട് ടു ചേഞ്ച് ടു ഈഗിൾ മൈൻഡ് സെറ്റ്. എന്നെങ്കിൽ ജീവിതത്തിൽ വിജയം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യു വാണ്ട് ടു ബി ഇൻ ഈഗിൾ മൈൻഡ് സെറ്റ്. ഈഗിൾ മൈൻഡ് സെറ്റുള്ളവരെ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളൂ. ഈ ഡൗ മൈൻഡ് സെറ്റ് ആയിട്ട് ഇങ്ങനെ കൂടുന്ന ആളുകള് just failures or they are on fail. അവർ തോറ്റുകൊണ്ടിരിക്കുകയാണ്, തോൽവിയില്ല. ഇനി ഈഗിൾ മൈൻഡ് സെറ്റ് ഉള്ളവരാണെങ്കിൽ they are in winning, അവർ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ നിങ്ങൾ എല്ലാവരും ഒന്ന് ടെക്സ്റ്റ് ചെയ്യും. നിങ്ങൾ ആരാണ്? നിങ്ങൾ ഈഗിൾ മൈൻഡ് സെറ്റ് ആണോ? നിങ്ങൾക്ക് ഡൗ മൈൻഡ് സെറ്റ് ആണോ? അല്ലെങ്കിൽ നിങ്ങൾ ഇതിന്റെ ഇടയിലാണോ? നിങ്ങൾ ഒരു ചേഞ്ചിങ് ആണോ? അല്ലെങ്കിൽ നിങ്ങൾ ഇനിയിപ്പോ ഓൾറെഡി ഡൗ മൈൻഡ് സെറ്റുള്ള ആളാണ്, പക്ഷെ ഞാൻ ഈഗിൾ മൈൻഡ് സെറ്റ് ആവാം എന്നുണ്ടെങ്കിൽ ഒരു താമസം. എന്താണോ നിങ്ങൾക്ക് ഫീൽ, നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്താലും ജസ്റ്റ് ടെക്സ്റ്റ്. കമോൺ എവ്രിവൺ, എല്ലാവരും. ഡൗ മൈൻഡ് സെറ്റ് ഉള്ളവരാണെങ്കിൽ അത് ടെക്സ്റ്റ് ചെയ്യാം, ബട്ട് യു വാണ്ട് ടു ചേഞ്ച് ഇറ്റ്. ഈഗിൾ മൈൻഡ് സെറ്റ് ഉള്ളവരാണെങ്കിൽ ഈഗിൾ മൈൻഡ് സെറ്റ് ഇതാക്കാം, അത് നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി അതിന്റെ രണ്ടിന്റെ ഇടയിലാണെങ്കിൽ യു ക്യാൻ, നിങ്ങൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ എം ചേഞ്ചിങ് എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, എല്ലാവരും ജസ്റ്റ് ടെക്സ്റ്റ് ഇറ്റ്. Dow mindset, eagle mindset, changing. Wow, very good, very good. I'm changing. Then you are winning. I'm changing means you are winning. So രണ്ടുപേര് ചേഞ്ചിങ് എന്ന് ടെക്സ്റ്റ് ചെയ്തു. ബാക്കിയുള്ളത് ചേഞ്ചിങ്. ഓക്കെ, ഒരുപാട് പേര് ചേഞ്ചിങ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഐ എം ചേഞ്ചിങ് നെക്സ്റ്റ്. ഓക്കെ, സോ ഒരുപാട് പേര് ചേഞ്ച് ചെയ്യുന്നവരുണ്ട്. സോ നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യാം. സോ ഫൈനലി ഞാൻ ഒരു 6 മാസം മുന്നേ വർക്കല പോയിരുന്നു. ട്രിവാൻഡ്രത്ത് വർക്കല. ഞങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഒന്ന് ചിൽ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. വർക്കല ക്ലിഫും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുന്ന സമയത്ത് ട്രെയിനിൽ നല്ല തിരക്കായിരുന്നു. ഒരുപാട് പേര് ചേഞ്ചിങ് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫൈൻ, ഗുഡ്. ഓക്കെ, സോ ട്രെയിനില് നല്ല തിരക്കായിരുന്നു. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കയറിയ സമയത്ത് അസഹ്യ തിരക്കായിരുന്നു. ഞങ്ങൾക്ക് മലപ്പുറത്ത് എത്തുമ്പോൾ, സോറി, ഞങ്ങൾ തിരൂരാണ് ഇറങ്ങിയത്, ട്രെയിൻ ഇറങ്ങിയത്. സോ ഒരു എറണാകുളത്ത് എത്തിയപ്പോൾ എനിക്ക് സീറ്റ് കിട്ടി. അത് ഞാൻ നിൽക്കുകയായിരുന്നു. പിന്നെ എനിക്ക് സീറ്റ് കിട്ടി. അങ്ങനെ ഞാൻ ഇരുന്നപ്പോ എന്റെ ഇപ്പുറത്ത് ഒരു വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം എറണാകുളംകാരൻ. അദ്ദേഹം മലപ്പുറത്ത് എന്തോ ഒരു ജോലി ആവശ്യത്തിന് വേണ്ടിയിട്ട് വരികയാണ്. സോ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ അദ്ദേഹം എനിക്കൊരു ഒരു പീസ് ഓഫ് ഇൻഫർമേഷൻ തന്നു. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അത് എനിക്കൊരു ഒരു അഡ്വൈസ് തന്നു. സോ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കില് ഇന്നത്തെ ഈ ഒരു സെഷനിൽ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള അഡ്വൈസ് അതാണ്. എന്റെ പീസ് ഓഫ് ഇൻഫർമേഷൻ അതാണ്, പീസ് ഓഫ് അഡ്വൈസ് അതാണ്. ഇറ്റ്സ് എ 3 ലെറ്റേർഡ് വേർഡ്. 3 ലെറ്റർ ഉള്ള ഒരു വേർഡ്, ഇംഗ്ലീഷ് വേർഡ്, യെറ്റ്. YET, യെറ്റ്. എന്താണ് അറിയില്ല. ഇപ്പോ നിങ്ങള് ഈഗിൾ മൈൻഡ് സെറ്റ് ഉള്ളവരാണ് അല്ലെങ്കിൽ ചേഞ്ച് ആവണം എന്ന് പറഞ്ഞു. നിങ്ങൾ ചേഞ്ച് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈഗിൾ മൈൻഡ് സെറ്റ് ഉള്ളവര് ചെയ്യുന്ന ഒരു സംഭവമാണ്, അവർ തോറ്റാൽ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും നേടാൻ പറ്റാഞ്ഞാൽ അവർ പറയുന്നത്, അവരവരുടെ സെൽഫിനോട് പറയുന്നത്, അവർ യൂണിവേഴ്സിനോട് പറയുന്നത്, അവരവരുടെ കൂടെയുള്ളവരോട് പറയുന്നത് എന്താണെന്നറിയോ? ഐ കാൺട്ട് ഡു ഇറ്റ് യെറ്റ്. ഐ കാൺട്ട് ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ എനിക്കത് സാധിക്കില്ല, അതൊരു ഫുൾ സ്റ്റോപ്പ് ആണ്. ബട്ട് ഐ കാൺട്ട് ഡു ഇറ്റ് യെറ്റ് എന്താണ് മീനിങ്? എനിക്ക് ഇതുവരെ അത് ചെയ്യാൻ സാധിച്ചില്ല. എനിക്ക് ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറയുന്നിടത്തുനിന്നും ഐ കാൺട്ട് ഡു ഇറ്റ് യെറ്റ്. എനിക്ക് സൗണ്ട് കുറവാണെന്ന് പറയുന്നത്, സൗണ്ട് കൂട്ടിയിടാൻ സാധിക്കും. എല്ലാവർക്കും ആ ഒരു പ്രശ്നം ഇല്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഫൈൻ. സോ ഐ കാൺട്ട് ഡു ഇറ്റ് യെറ്റ്. എനിക്ക് ഇതുവരെ അത് ചെയ്യാൻ സാധിച്ചില്ല. ഐ കാൺട്ട് ബൈ ഇറ്റ്. ഇപ്പൊ ഞാനൊരു കാർ വാങ്ങണം എന്ന് വിചാരിച്ചിരുന്നു, 6 മാസം കഴിഞ്ഞു. ഐ കാൺട്ട് ബൈ ഇറ്റ് യെറ്റ്. എനിക്ക് ഇതുവരെ അത് വാങ്ങാൻ സാധിച്ചിട്ടില്ല. ഈ യെറ്റിന്റെ ഉള്ളില് യെറ്റ് ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല, ഇറ്റ്സ് എ കോമ. അതിന്റെ ഉള്ളിൽ മറ്റൊരു സംഭവം ഉണ്ട്. എന്താ?
ഐ വിൽ ബൈ ഇറ്റ്, അല്ലെ? ഇപ്പോ ഞാൻ നേരത്തെ ഒരാളെ പറഞ്ഞു, ഒരു സയന്റിസ്റ്റിനെ പറഞ്ഞു, കോറൽ എസ് ഡ്വക്ക്, മൈൻഡ് സെറ്റ് എന്നുള്ള പുസ്തകം എഴുതിയ കോറൽ എസ്. അവരുടെ ഒരു ഇന്റർവ്യൂവില് അവർ പറയുന്നുണ്ട്, ചിക്കാഗോ എന്നുള്ള രാജ്യത്ത് ഒരു ഗ്രേഡ് ഉണ്ട്, ഒരു സ്കൂളില്, ഒരു പർട്ടിക്കുലർ സ്കൂളില്, ചിക്കാഗോ എന്ന രാജ്യത്ത് ഒരു പർട്ടിക്കുലർ സ്കൂളില് ഒരു ഗ്രേഡ് ഉണ്ട്. പാസ്സായാൽ ഫസ്റ്റ്, ഫെയിൽ ആയാൽ അവർക്ക് കിട്ടുന്ന ഗ്രേഡ് എന്താണെന്ന് അറിയും, നോട്ട് യെറ്റ്. ഇത് ഉള്ളതാണ്, അവരുടെ ഇന്റർവ്യൂവിൽ അവർ പറഞ്ഞതാണ്. ചിക്കാഗോയില് നോട്ട് യെറ്റ്, ഫെയിൽ ആയവർക്കുള്ള ഗ്രേഡാണ് നോട്ട്, ഇതുവരെ ഇല്ല. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് മോട്ടിവേഷൻ, അല്ലെ? അതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് നോട്ട് യെറ്റ്, ഇതുവരെ ഇല്ല, പക്ഷെ ഇനി ഉണ്ടാവും. സോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങാൻ സാധിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്ത നിങ്ങൾക്ക് വരുവാണെങ്കിൽ, ആഡ് എ യെറ്റ്, വൈ ഇറ്റ് യെറ്റ്, ഐ കാൺട്ട് ബൈ ഇറ്റ് യെറ്റ്, ഐ കാൺട്ട് ഡു ഇറ്റ് യെറ്റ്, എനിക്ക് ഇതുവരെ അത് ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ ചിന്തിക്കുന്നതോടുകൂടി ഡെഫിനറ്റ്ലി it will be the piece of information, it will be the piece of motivation. So yet, why eat? Thank you all. Have a great. താങ്ക് യു നസ്രുദ്ദീൻ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇപ്പം നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാനുള്ള ഒരു സമയമാണ് ഇനി. ഞാൻ പേര് വിളിക്കണോ അല്ലെങ്കിൽ നിങ്ങൾ മുമ്പോട്ട് വരുന്നെങ്കിൽ അങ്ങനെ ആവാം. ആരും മുമ്പോട്ട് വരുന്നില്ലെങ്കിൽ ഞാൻ പേര് വിളിക്കുന്നതായിരിക്കും. ഓക്കെ, ബഷീർ സർ പറഞ്ഞോളൂ. ഞാൻ പറയാം. നല്ല ക്ലാസ് ആയിരുന്നു നസ്രുദ്ദീൻ. ആ പുസ്തകത്തിന്റെ പേരൊന്നും കൂടി പറയോ? കേൾക്കാമോ? മനസ്സിലായി. ഓഥറുടെ പേര് കോറൽ എസ് ഡ്വക്ക്. കോറൽ എസ് ഡ്വക്ക്. ഞാൻ നമ്മുടെ വിമാജിക്കിന്റെ ഗ്രൂപ്പിൽ അതിന്റെ ഒരു ഓൺലൈൻ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഷെയർ ചെയ്തു. ഓക്കെ, താങ്ക് യു. എസ് ഡ്വക്ക് എന്നാണ് ഓഥറുടെ പേര്. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു ഫേമസ് സയന്റിസ്റ്റ് ആണ്. മൈൻഡ് സെറ്റ് നന്നായിട്ടുണ്ട്. നല്ല എല്ലാ പോയിന്റ്സും ഒക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു. താങ്ക് യു. മൈൻഡ് സെറ്റിനെ പറ്റി, ലോ മൈൻഡും ഹൈ മൈൻഡും ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ബഷീർ. താങ്ക് യു ബഷീർ സർ. നസീറ മാം. നസീറ മാം. പെട്ടെന്ന് മ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നല്ലൊരു ക്ലാസ് ആയിരുന്നു, നല്ല കേട്ട് മനസ്സിലാക്കാൻ പറ്റിയിരുന്നു. നല്ലൊരു ക്ലാസ് ആയിരുന്നു. സൗണ്ട് ക്ലിയർ ആണ്, അതുകൊണ്ടാണ് ഫീഡ്ബാക്ക് അധികം പറയാൻ പറ്റാത്തത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു നസീറ മാം. സംഗീത മാം. സംഗീത മാം. മാം കേൾക്കുന്നുണ്ടോ? മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ് മാം. അപ്പം നിങ്ങൾ പുതിയ മെമ്പർ അല്ല, അപ്പൊ നിങ്ങൾ ഇതുവരെ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടില്ലല്ലോ? ഞാൻ പഴയ മെമ്പർ ആയിരുന്നു, ഞാനിപ്പോ റീയായിട്ട് ചേർന്നതാണ് ഒന്നൂടെ. ഓക്കെ, ഒന്നും കൂടെ ഇൻട്രോഡ്യൂസ് ചെയ്തോളൂ. എൻ്റെ പേര് സംഗീത. ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിലാണ് വീട്. ഞാനൊരു ഫാഷൻ ഡിസൈനർ ട്രെയിനറാണ്. സേഫ് സാർ ഉണ്ടോ? Yes. ഗുഡ് മോർണിംഗ് സർ. Good morning. Okay. Rejoin ആയല്ലേ? റിജോൻ. Okay, happy to hear that. ഞാൻ മോർണിംഗ് വാക്കിലാണ്. Okay. Thank താങ്ക് you, യു സംഗീത. ഓക്കെ, നസ്രു നല്ല രീതിയിലുള്ള സെഷനാണ് ചെയ്തത്. നമുക്ക് ഗ്രോത്ത് മൈൻഡ് സെറ്റും അതേപോലെ തന്നെ ലോ മൈൻഡ് സെറ്റും ഒക്കെ മനസ്സിലാക്കാൻ പറ്റി. അപ്പൊ അതിൽ ഏറ്റവും വലിയൊരു മൈൻഡ് സെറ്റ് ചേഞ്ച് വന്ന എക്സ്പീരിയൻസ് എല്ലാ ആളുകൾക്കും ഉണ്ടാവും. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ, കുറെ ആളുകൾ നേരത്തെ എഴുന്നേൽക്കുന്നത് കാണുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഹൗ ഇറ്റ്സ് പോസിബിൾ, ഇങ്ങനെ ആളുകൾ 5 മണിക്കൊക്കെ എഴുന്നേൽക്കുന്നത് അല്ലെങ്കിൽ 4 മണിക്കൊക്കെ എഴുന്നേൽക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു അത്ഭുതമുള്ള കാര്യമാണ്. അത്ര ആളുകളെ ഞാനിങ്ങനെ
ഒരു മാജിക് ഒക്കെ ചെയ്യുന്ന പോലെ ചില ആളുകൾ ഓ ഞാനെന്ന് 4 മണിക്ക് എഴുന്നേൽക്കും എന്നൊക്കെ പറയും. ഞാനിത് ഇതൊക്കെ പോസിബിൾ ആണോ? 4 മണിക്ക് എഴുന്നേൽക്കുക അല്ലെങ്കിൽ 5 മണിക്ക് എഴുന്നേൽക്കുക. അങ്ങനെ എൻ്റെ മൈൻഡ് സെറ്റ് മാറ്റിയപ്പോഴാണ് ഞാൻ ഈ 5 മണിക്കും 4 മണിക്കും എഴുന്നേൽക്കാൻ തുടങ്ങുന്നതും ഒരുപാട് ആളുകളെ എഴുന്നേൽപ്പിക്കാൻ സാധിക്കുന്ന ഈ ഒരു കമ്മ്യൂണിറ്റി തുടങ്ങാൻ സാധിച്ചതാണ്. അപ്പോൾ മൈൻഡ് സെറ്റ് ഈസ് എവരിത്തിങ് എന്ന് പറയുന്നത്, മൈൻഡ് സെറ്റ് ഈസ് എവരിത്തിങ്. ഒരാളുടെ ബോഡി എന്ന് പറയുന്നതിൽ അയാളുടെ തലയുടെ ഭാഗത്തേക്ക്, തലയുടെ താഴേക്കാണ് 90%. പക്ഷെ മുകളിലുള്ള തലയുടെ പവറാണ് തന്നെ 90%, ബോഡിക്ക് ബാക്കി 10% എന്നുള്ളതാണ്. ഈ ഒരു തോട്ട് ഇവിടെ കൊടുക്കുന്ന സംഭവമാണ് ശരിക്കും നമ്മുടെ ബോഡി പിന്നെ ആക്ട് ചെയ്യുന്നത്. സോ നിങ്ങൾ എല്ലാവരും ആ ഒരു കാര്യം അറിയുന്ന ആളായിരിക്കും. എന്നാലും നെസ്രു അവസാനം പറഞ്ഞതുപോലെ നോ ടച്ച് അല്ലെങ്കിൽ അപ്പ് അണ്ടിൽ നൗ എന്നൊക്കെ പറയുന്ന ഒരു സംഭവം വളരെ നമ്മളെപ്പോഴും ലൈഫിൽ പകർത്തേണ്ട ഒരു കാര്യമാണ്. അതിന് താങ്ക് യു നെസ്രു, താങ്ക് യു ഫോർ ദ സെഷൻ. ഹാപ്പി ടു സീ യു അഗൈൻ സംഗീത. Thank you, sir. Thank you, Sangeeta ma'am. Come in. നല്ലൊരു അതായത് മൈൻഡ് സെറ്റ് ആണ് നമ്മളുടെ സക്സസ്ഫുള്ളിലേക്ക് എത്തിക്കുന്നത് എന്ന ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾക്ക് അത് അറിയാവുന്ന കാര്യമാണെങ്കിലും ശ്രദ്ധിക്കാതെ പെടുന്ന കാര്യങ്ങളാണെങ്കിലും അതിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കാൻ ഒരു പ്രചോദനമാക്കിയ ഒരു ക്ലാസ് ആയിരുന്നു. കാരണം ഇവിടെ വേറെ ആരോ സൂചിപ്പിക്കേണ്ടായിരുന്നു, പേര് ഞാൻ നോട്ട് ചെയ്തില്ലായിരുന്നു. അവര് ഡ്രൈവിംഗ് എടുത്ത് വണ്ടി ഓടിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഒരു ലോ മൈൻഡ്, അതായത് നെഗറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഭയപ്പാടിന്റെ മൈൻഡ് സെറ്റോടെ വാഹനം എടുത്തപ്പോൾ അപകടം വന്നതായിട്ടൊക്കെ സൂചിപ്പിക്കേണ്ടായി. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൽ പ്രചോദനമാകേണ്ടത്, പോസിറ്റീവ് മെന്റാലിറ്റി ഉണ്ടാകേണ്ടതിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ കൂടുതൽ ഫോഴ്സ് ചെയ്തിട്ടുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും പോസിറ്റീവ് മെന്റാലിറ്റി ഉണ്ടാകുക, നമ്മൾ അഫർമേഷൻ കൊടുക്കുക, അതായത് സബ് കോൺഷ്യസ് മൈൻഡിൽ അങ്ങനത്തെ ഒരു ഫീലിംഗ് കൊടുത്താൽ തീർച്ചയായിട്ടും സക്സസ് ആകും. എന്താണോ നമ്മളെ വെക്കുന്നത് അതിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാനും ശ്രമിക്കാനും ഫോഴ്സ് ചെയ്യാനും ഗോൾ സെറ്റിംഗ് കറക്റ്റ് ആക്കാനും സാധ്യമാകും എന്ന ഈ ക്ലാസ്സിലൂടെ വളരെ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. താങ്ക്സ് ടു ഓൾ. താങ്ക് യു സർ, ഹാപ്പി ടു ഹിയർ ദാറ്റ്. Okay, thank you, ബാബു sir. മേഘ മാം പറഞ്ഞോളൂ. മാജിക് മോർണിംഗ്, ഞാൻ ക്ലാസ് കേട്ടു, നല്ല ക്ലാസ് ആയിരുന്നു. പക്ഷെ എനിക്ക് ഒരു ഡൗട്ട് ഉള്ളത്, എന്തുകൊണ്ടാണ് ഈ 2 തരത്തിലുള്ള മൈൻഡ് സെറ്റ് വരുന്നത്? കാരണം ഞാൻ വളരെ ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ചെറിയ ക്ലാസ്സിൽ നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക് കൊടുക്കുകയോ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഈ കുട്ടികളെല്ലാവരും ഓടി വരും, ഞാൻ ചെയ്യാന്ന്. കാരണം അവർക്ക് ഫസ്റ്റ് ആവണം, എല്ലാത്തിനും അവർ മുന്നിട്ടാവണം. ശരിക്കും ചെയ്യാൻ അറിയില്ലെങ്കിലും അവർ ഓടി വരും. പക്ഷെ ഈ കുഞ്ഞുങ്ങൾ വളരെ 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 നമ്മൾ എത്ര നിർബന്ധിച്ചാലും അവർ ബാക്കിലോട്ട് ഒതുങ്ങും. എന്നുവെച്ചാൽ വലിയ ക്ലാസ്സിലോട്ട് എത്തുമ്പോൾ അവിടെ ചെന്ന് ഇതുപോലെ നമ്മൾ പറയണം, ഇന്നയാൾ ഫ്രണ്ടിലോട്ട് വരൂ എന്ന് നമ്മൾ നിർബന്ധിച്ചാൽ മാത്രമേ വരുള്ളൂ. അതിനുള്ള സാഹചര്യം എന്താ ഇങ്ങനെ മാറിപ്പോകുന്നെന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് ഡൗട്ട്. ഈ കുട്ടികളിൽ തന്നെ ഈ കുഞ്ഞിലേ ഉള്ള ഇതേ മെന്റാലിറ്റി വളരുന്നതിലൂടെ ഈ കുട്ടികൾക്ക് വളർത്തിക്കൊണ്ടുവരാൻ എന്തെങ്കിലും ഒരു ഇതുണ്ടാവുമോ ഈ കുഞ്ഞുങ്ങളിലോട്ട്? ഇതില് ഞാൻ മനസ്സിലാക്കുന്നത് എന്താന്ന് വെച്ചാല്, ഈ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? നമ്മള് ജീവിച്ചു വളർന്ന സാഹചര്യം, നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ അറ്റ്മോസ്ഫിയർ, നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾ, പാരന്റ്സ്, ടീച്ചേഴ്സ്, ഇവരുടെയൊക്കെ ഇതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കാര്യങ്ങളെ നോക്കിക്കാണുന്നതിനെയാണ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ആക്ച്വലി മൈൻഡ് സെറ്റ് ബിൽഡ് ആവുന്നത് നമ്മുടെ ലൈഫിൽ നിന്ന് തന്നെയാണ്. മൈൻഡ് സെറ്റ് ബിൽഡ് ആവുന്നത് നമ്മളുടെ അനുഭവങ്ങളിൽ നിന്നും, നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളിൽ നിന്നും, നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾ, അത് റിലേറ്റീവ്സ് ആവട്ടെ, ചെറുപ്രായത്തിൽ കസിൻസ് റിലേറ്റീവ്സ് ആവും, കുറച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ടീച്ചേഴ്സ് ആവും, ബാക്കി നമ്മൾ ആരോടൊക്കെ ഇന്ററാക്ട് ചെയ്യുന്നുണ്ടോ ഇവരൊക്കെ നമുക്ക് തരുന്ന ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു സംഭവമാണ് നമ്മൾ മൈൻഡ് സെറ്റ് ആയിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഈ മൈൻഡ് സെറ്റ് മാറുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു. ആ കുട്ടികൾക്ക്, ഇപ്പൊ ഞാനൊരു സ്റ്റുഡന്റ് ആണ്, എനിക്ക് മാഡം പറഞ്ഞത് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം എന്റെ ക്ലാസ്സിലാണെങ്കിലും അല്ലെങ്കിൽ പലപ്പോഴും മേ ബി ചില സമയങ്ങളിൽ ഞാനത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞ പോലെ ചില സമയങ്ങളിൽ അത് ആരാ ചെയ്യാന്ന് ചോദിക്കുമ്പോൾ ചെറുപ്പകാലത്ത് ഞാനെന്ന് പറഞ്ഞ് വന്നിരുന്ന ആളുകള് ഇപ്പോ ഒരു വലുതാവുമ്പോൾ ഒരു UP ഹൈസ്കൂൾ ക്ലാസ്സുകളിലൊക്കെ എത്തുമ്പോൾ എല്ലാത്തിനും ബാക്കൗട്ട് ആവും. അത് എന്തുകൊണ്ടാന്ന് വെച്ചാല് അവർക്ക് പലതരത്തിലുള്ള നെഗറ്റീവ് കിട്ടുന്നതുകൊണ്ടാണ്. ഞാനിത് ബൈ എക്സ്പീരിയൻസ് കൊണ്ടാണ് പറയുന്നത്, കിട്ടുന്നതുകൊണ്ടാണ്. ഈ ഒരു കുട്ടികൾ വളർന്നു വരുമ്പോൾ സ്വന്തം ക്ലാസ്സിലുള്ളവർ തന്നെ
ഇപ്പൊ നമ്മളെ ഇടയിലൊക്കെ ഇപ്പോ ഈ ഒരു ജനറേഷനിൽ പഠിക്കുന്നവര് എന്തോ മോശക്കാരാണെന്നുള്ള ഒരു മെന്റാലിറ്റി ഉള്ള ഒരു തരം ആളുകളുണ്ട്. എല്ലാവരും അങ്ങനെയാണെന്നല്ല, ഒരു തരം ആളുകളുണ്ട്. പഠിക്കുന്നവരെന്തോ മോശക്കാരാണ്, എല്ലാം ചെയ്യുന്നവര്, എല്ലാം മുന്നോട്ട് ഇറങ്ങി ചെയ്യുന്നവര് അവരെന്തോ മോശക്കാരാണ് എന്നുള്ള മെന്റാലിറ്റി ഉള്ള ആളുകൾ. ഇത് ആ ഒരു മെന്റാലിറ്റി ബാക്കിയുള്ളവർക്ക് ഇൻജെക്ട് ചെയ്യാം. അതുകൊണ്ടാണ് കുട്ടികൾ ഒരുവിധം മേ ബി കുട്ടികൾ ബാക്കിലോട്ട് നിൽക്കുന്നത്. സോ മൈൻഡ് സെറ്റ് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയാണ് ബിൽഡ് ആവുന്നത് വെച്ചാൽ നമ്മുടെ ചുറ്റുപാടിൽ നിന്നാണ്. നമ്മൾ കാര്യങ്ങളെ എങ്ങനെ മനസ്സിലാക്കുന്നു, നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് മൈൻഡ് സെറ്റ് ബിൽഡ് ആവുന്നത്. സോ ഇത് ചേഞ്ച് ആവുന്നതിന്റെ കാരണം ഇത് തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് ചേഞ്ച് ആവും. ഇപ്പോ ഡിമാജിക് എന്നുള്ളൊരു പോസിറ്റീവ് കമ്മ്യൂണിറ്റിയിൽ വന്നതോടുകൂടി നിങ്ങൾ എല്ലാവരും, അല്ലെങ്കിൽ സെയ്ദ് സാർ പറഞ്ഞു, എല്ലാവരും ഇപ്പൊ സെയ്ദ് സാറുടെ മൈൻഡ് സെറ്റ് മാറിയത് പറഞ്ഞു. എല്ലാവരും നമ്മൾ രാവിലെ എണീക്കാൻ തുടങ്ങി. സെയ്ദ് സാർ പറഞ്ഞു ഞാനത് സാധിക്കുമോ, എന്തുകൊണ്ട്, എങ്ങനെ അവരൊക്കെ ചെയ്യുന്നു എന്ന് ചിന്തിച്ചിടുന്നതിൽ നിന്നും ഇപ്പോ ഒരുപാട് പേരെ എണീപ്പിക്കുന്നുണ്ട്. ഒരുപാട് പേര് എണീക്കാൻ കാരണമായിട്ടുള്ള ഡിമാജിക് എന്ന കമ്മ്യൂണിറ്റി അവർ ബിൽഡ് ചെയ്തു. അപ്പൊ അവിടെ മൈൻഡ് സെറ്റ് ചേഞ്ച് ആയതാണ്. അതുപോലെ എന്തെങ്കിലും നെഗറ്റീവ് തോട്ട്സോ അല്ലെങ്കിൽ ഒരു നെഗറ്റിവിറ്റി കിട്ടുമ്പോഴാണ്, കുറച്ചുപേര് സിംപ്ലി പറയുകയാണെങ്കിൽ കുറച്ചുപേര് തളർത്തുമ്പോഴാണ്, കുറച്ചുപേര് ഇതാക്കുമ്പോഴാണ് മൈൻഡ് സെറ്റ് ആ ഒരു ലെവലിലേക്ക് വിദ്യാർത്ഥികളുടേതാവുന്നത്. ഐ തിങ്ക് സോ. ഓക്കെ ഓക്കെ, താങ്ക് യു സർ. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മേഘ മാം. സെയ്ദ് സർ. താങ്ക് യു നസ്രു. വളരെ നല്ല രീതിയിലുള്ള ആൻസറാണ് പറഞ്ഞിരിക്കുന്നത്. ആസ് എ ടീച്ചർ എന്നുള്ള രീതിയിൽ ഞാനവിടെ ചോദിക്കുമ്പോൾ നിങ്ങളവിടെ പറഞ്ഞ വളരെ കറക്റ്റാണ്. LKG ക്ലാസ്സിൽ അല്ലെങ്കിൽ KG സെക്ഷനിലും ഫസ്റ്റ് സ്റ്റാൻഡേർഡിലും ഒരു ടീച്ചർ ഏറ്റവും കൂടുതൽ ട്രൈ ചെയ്യുക എന്ന് പറയുന്ന കുട്ടികളെ എൻകറേജ് ചെയ്യാനായിരിക്കും, അവരെ സപ്പോർട്ട് ചെയ്യാനായിരിക്കും. പിന്നെ പിന്നെ വരുന്ന സമയത്ത് നേരത്തെ നസ്രു പറഞ്ഞതുപോലെ തന്നെ ഈ മൈൻഡ് സെറ്റ് ഡൗൺ ആവാനുള്ള കാരണം ആക്ച്വൽ സപ്പോർട്ട് കിട്ടാതിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇന്നിപ്പോൾ ഞാൻ ഡിമാജിക്കിൽ ക്ലാസ് എടുത്തു, എല്ലാവരും ഇങ്ങനെയാണോ ക്ലാസ് എടുക്കാറുള്ളത്, ക്ലാസ് എടുക്കുമ്പോൾ ഇന്ന കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്നാണ് എനിക്ക് ഫീഡ്ബാക്ക് തരുന്നത് വെച്ചെങ്കിൽ അടുത്ത ക്ലാസ് എടുക്കാൻ എനിക്കൊരു മോട്ടീവ് ഉണ്ടാവില്ല. അതേ സമയത്ത് എൻ്റെ ക്ലാസ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കാൻ വരുമ്പോൾ നമ്മൾ ആരോ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴാണ് അത് ഏറ്റവും നല്ല രീതിയിൽ. അപ്പോൾ ഇതിൽ ഒരുപാട് പാരൻസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളെ മക്കളെ നിങ്ങൾക്കൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആളുകളാക്കി മാറ്റണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ദിവസം നിങ്ങളുടെ മോനെ ഒരു 10 അപ്രിഷിയേഷൻസ് അല്ലെങ്കിൽ മോളെ 10 അപ്രിഷിയേഷൻസ് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളെ മക്കളെ നിങ്ങൾക്ക് ഏറ്റവും ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആളുകളാക്കിയിട്ട് മാറ്റാം. സില്ലി കാര്യങ്ങൾക്ക്. അത് മക്കളെ എന്നല്ല, നമ്മളൊരു ആളുകളെ എത്ര അപ്രിഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നോ അത്രയും ആളുകൾക്ക് നിങ്ങളുടെ ഇഷ്ടമായിരിക്കും, അത്രയും അവരെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനും പറ്റും. അപ്പൊ ഇതിന്റെ മൈൻഡ് സെറ്റ് ഡൗൺ ആവാനുള്ള ഒറ്റ കാര്യം എന്ന് പറയുന്നത് ക്രിറ്റിസിസം ആണ്. ഒരു തവണ ക്രിട്ടിസൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവന് പേടിയാണ്, ഞാനിത് ചെയ്ത് കഴിഞ്ഞാൽ ശരിയായില്ലെങ്കിലോ എന്നുള്ളത്. അതിനെ മാറ്റാൻ ആസ് എ പാരന്റിങ്, ആസ് എ ടീച്ചേഴ്സ് റെഡി ആയി കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ല രീതിയിൽ ഡെവലപ്പ് ആവും. ഇപ്പൊ നേരത്തെ നസ്രുവിനെ പറഞ്ഞു ഷിക്കാഗോയിൽ ദാറ്റ്സ് നോട്ട് എറ്റ് എന്നുള്ളതാണ് അവർ ഫെയിലിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതേ രീതി നമുക്കൊക്കെ ഫോളോ ചെയ്യുന്നതാണ്. സാറില്ല എടാ ഇപ്പോ അത് നേടിയില്ല, ഇതിനർത്ഥം എന്തല്ല ഇനി നീ നേടൂല എന്നുള്ളതല്ല. അപ്പൊ നിങ്ങളെ അതിന്റെ ചെറുപ്പത്തിൽ ഒരു കുട്ടി നടക്കുന്ന സമയത്ത് അവൻ വീഴുന്ന സമയത്ത് ഇനി നടക്കാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ അവനോട് പറഞ്ഞിട്ടാണ് അവനെ ട്രെയിൻ ചെയ്ത് ഞാൻ പിന്നെ നടക്കാൻ സാധിക്കില്ല. അതേ സമയത്ത് പതുക്കെ പിച്ച് വെച്ച് സാറല്ല എനിക്ക് നമ്മൾ വീണ്ടും കൈയടിക്കും, വാ 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 നമ്മൾ കുറച്ച് ദൂരെ മാറി നിൽക്കുക ചെയ്യുക, നീ ട്രൈ ചെയ്യ്, അമ്മ ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ അച്ഛൻ ഇവിടെ ഉണ്ട്, നീ ട്രൈ ചെയ്ത് വാ, നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞാൻ ഇവിടെ ഉണ്ട്, നിനക്കൊന്നും സംഭവിക്കൂല എന്ന് തോന്നുന്ന സംഭവം നമ്മൾ നീ അത് ചെയ്യരുത് അരുത് എന്ന് പറയുന്ന ഈ 2 കാര്യമാണ് മൈൻഡ് സെറ്റ് വളർത്തുന്നതും തളർത്തുന്നു. എസ്പെഷ്യലി നിങ്ങളുടെ കുട്ടികൾക്ക് 8 വയസ്സിന് മുമ്പ് നിങ്ങൾ കൊടുക്കുന്ന ട്രെയിനിങ്ങുകൾ അവരെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള വ്യക്തിയോ അല്ലെങ്കിൽ ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് ഉള്ള വ്യക്തിയോ ആയിട്ട് മാറ്റും ബിഫോർ 8 years. അപ്പൊ അവിടെ നിങ്ങൾ കൊടുക്കുന്നതായിരിക്കും ആ കുട്ടിയുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ഇനി അവിടെ കൊടുത്തത് മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ കറക്റ്റ് ചെയ്യുക. അവന് ഫെയിലായി കഴിഞ്ഞാൽ ആദ്യം ഓടി വന്ന് പറയാനുള്ളത് അവൻ്റെ അച്ഛനും അമ്മയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവൻ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ഒരാളായിട്ട് മാറും. ഇപ്പൊ ഞാൻ റിച്ചാർഡ് ബ്രാൻസന്റെ ഒരു ബയോഗ്രഫി വായിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ പറയുന്നുണ്ട് അവരുടെ അമ്മ, റിച്ചാർഡ് ബ്രാൻസന്റെ അമ്മയും അച്ഛനും എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് ചെയ്യുന്നുള്ളതായിരുന്നു. അതേപോലെ കുറച്ചു മുമ്പ് ഞാനൊരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ക്ലാസ്സിൽ ഓഫ്ര വിൻഫ്രന്റെ സ്റ്റോറി പറയുന്നുണ്ട്. ഓഫ്രന്റെ അമ്മയുടെ അടുത്ത് അച്ഛൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു മോട്ടിവേഷൻ ആണ്
ഓഫർ ചെയ്യുന്ന ഒരാളത്തേക്ക് എത്തിച്ചെന്നുള്ളത്. അപ്പൊ നിങ്ങൾ അത് കൊടുത്തിട്ടില്ലെങ്കിൽ ഏതൊരാളാണെങ്കിലും, നിങ്ങളുടെ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ആർക്കും ഗ്രോത്ത് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. നസീർ പറഞ്ഞ ചുറ്റുപാടുള്ള നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിൽ അപ്രിഷിയേറ്റ് ചെയ്യാനേ. അപ്പൊ ടൂൾ ഇതാണ്, വളർത്തണമെങ്കിൽ നിങ്ങൾക്ക് അപ്രിഷിയേറ്റ് ചെയ്യാം, തളർത്തണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരെ നിങ്ങൾക്ക് ക്രിട്ടിസൈസ് ചെയ്യാം. ദാറ്റ്സ് മീൻസ് യുവർ ടോങ് ഈസ് എ ടൂൾ. നിങ്ങളുടെ നാവാണ് അതിൻ്റെ ടൂൾ എന്ന് പറയുന്നത്. ആ നാവിനെ നിങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നോ, നിങ്ങളുടെ നാവിനെ ഒരാളെ വളർത്താനും ഒരാളെ തളർത്താനുള്ള ശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കുക. വേർഡ് ഈസ് മോസ്റ്റ് പവർഫുൾ ടൂൾ. സോ എന്താ പറയാ, വൈസിലി നമ്മൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു. താങ്ക് യു സർ. ഹക്കീം സർ. ഹലോ സർ ഹലോ കേൾക്കാം. കേട്ടോ സമയമുണ്ടോന്ന് അറിയില്ല. 6:39 അതുകൊണ്ടാണ്. പിന്നെ ഇവിടെ സൂചിപ്പിച്ച ഈ മൈൻഡ് സെറ്റ് ചേഞ്ച് ആയ ഒരു സംഭവത്തെ കുറിച്ച് ചോദിച്ചു. അപ്പം എന്റെ ലൈഫിലുണ്ടായ ഒരു മൈൻഡ് സെറ്റ് ചേഞ്ച് ആയ ഒരു സംഭവത്തെ പറ്റിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ എന്റെ പ്രൊഫൈൽ ഫോട്ടോ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല. എന്റെ പ്രൊഫൈൽ ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാം. പിന്നെ അത് കൊച്ചി മാരത്തോണില് 3 കിലോമീറ്റർ ഓടിയതിന്റെ അന്ന് കിട്ടിയ മെഡൽ കിട്ടുമ്പോൾ എനിക്ക് ഫോട്ടോ എടുത്ത് കാണാൻ. അപ്പൊ ഞാനിത് പറയാൻ കാരണം വെച്ചാൽ, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ BSc MLT പഠിച്ചത് മംഗലാപുരത്താണ്. അപ്പൊ അവിടെ പഠിക്കുന്ന സ്പോർട്സ് ഡേ എന്നൊരു ദിവസമുണ്ട്. അപ്പം ആ സ്പോർട്സ് ഡേയില് അത്ലറ്റിക്സ് ഇനങ്ങളുണ്ട്. ഇപ്പം 100 മീറ്റർ, 200 മീറ്റർ, 1500 മീറ്റർ ഓട്ടങ്ങൾ. അപ്പം ഞാൻ പൊതുവെ അന്ന് ഒക്കെ ഞാൻ ജിമ്മിനൊക്കെ പോവായിരുന്നു പഠിക്കുന്ന കാലത്തൊക്കെ. അപ്പം കുട്ടികളെപ്പം എൻ്റെ കോളേജ് എൻ്റെ സഹപാഠികൾ എന്നെ നിർബന്ധിച്ചു ഇതിൽ പങ്കെടുത്ത് എനിക്ക് എങ്ങനെയാണ് ഓടാൻ പറ്റും എന്നിട്ട് അവരെ എനിക്ക് പേര് കൊടുത്തു. അപ്പൊ ഞാൻ പങ്കെടുത്തത് 1500 മീറ്റർ ഓട്ടത്തിനാണ്. അപ്പം ഞാൻ 1500 മീറ്റർ പേര് കൊടുത്തു. അന്നത്തെ ദിവസം ഞാൻ ഈ ഗ്രൗണ്ടിൽ 1500 മീറ്റർ ഓട്ടത്തിന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, 1500 മീറ്റർ എന്ന് പറയുമ്പോൾ ആ ഒരു ഗ്രൗണ്ടിൽ 5 റൗണ്ടായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഓടി തീർക്കാനുണ്ട്. അപ്പം 5 റൗണ്ട് ഓടുമ്പോ ഞാനത് ഫസ്റ്റ് റൗണ്ട് വളരെ സ്പീഡിൽ ഓടി. 1500 മീറ്റർ ആണ്. അപ്പം ഫസ്റ്റ് റൗണ്ട് ഞാൻ വളരെ സ്പീഡിൽ ഓടി അടുത്ത റൗണ്ട് ആകുമ്പോഴേക്കും ഞാൻ വളരെ ടയർഡായി. പിന്നെ എനിക്ക് പിന്നെ കുറെ കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനെ കണ്ണ് അടിയാൻ പോകുന്ന പോലെ തോന്നി, തല കറങ്ങുന്നു. പിന്നെ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ പിന്നെ അവിടെ നിന്ന് വളരെ നിരാശനായി. ഞാൻ വളരെ എന്താ പറയുക, ആൾക്കാരൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ കളിയാക്കി, നീ ഭയങ്കര ജിമ്മിനൊക്കെ പോകുന്നുണ്ട്, എനിക്ക് ഓടാൻ കഴിയില്ല കളിയാക്കി. ഞാൻ പിന്നെ എനിക്ക് വിചാരിച്ചു എന്നെ കൊണ്ടത് സാധിക്കുന്ന കാര്യമില്ല, ഈ ഓട്ടം എന്ന് പറയുന്നത് എന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യമില്ല എന്ന് വിചാരിച്ചു. പിന്നെ ഞാനിവിടെ എറണാകുളത്ത് വന്ന സമയത്ത് പിന്നെ ഞാൻ കുറച്ചൊരു ബിസിനസ്സിലൊക്കെ ഒരു സെറ്റ് ബാക്ക് ഉണ്ടായ സമയമാണ് ഇപ്പോ. പിന്നെ ഞാൻ റൂമിലൊക്കെ രാവിലെ എഴുന്നേറ്റില്ല, കുറച്ച് ലേറ്റായിട്ട് എഴുന്നേറ്റല് പിന്നെ വളരെ ഡിപ്രസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ ആ സമയത്താണ് ഞാൻ ഈ കുക്കു FM എന്നൊരു കുറച്ച് പോസിറ്റീവ് പുസ്തകങ്ങളെ റിവ്യൂ കേൾക്കാൻ വിചാരിച്ചിട്ട് കുക്കു FM ഡൗൺലോഡ് ചെയ്തു. അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഞാനത് സ്ഥിരമായിട്ട് കേൾക്കാൻ തുടങ്ങി. അപ്പൊ അതിലൊരു ബുക്കിന്റെ റിവ്യൂ, അത് ഹാൾ എൽറോബ് എഴുതിയ മിറാക്കിൾ മോർണിംഗ് എന്നൊരു പുസ്തകത്തിന്റെ റിവ്യൂ എന്നെ വല്ലാതെ സ്വാധീനിച്ചു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ ലൈഫിൽ ഇങ്ങനെ വല്ല കാർ ആക്സിഡന്റ് ആയിട്ട് അദ്ദേഹം മരണത്തിന് മുഖാമുഖം കണ്ട ഒരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹം ഒരു വലിയൊരു മോട്ടിവേഷണൽ ട്രെയിനറാണ്. അങ്ങനെ അദ്ദേഹം വലിയ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിന്ന് ഒരിക്കൽ കാർ അപകടത്തിൽ മരണം പിന്നെ അദ്ദേഹത്തിന് ദേഹത്ത് കാലുകൾക്കും കൈകൾക്കും തലകൾക്കും സാരമായി പരിക്കേറ്റു. അതിനുശേഷം അദ്ദേഹം തിരിച്ചു വന്ന ഒരു കാര്യമാണ് അദ്ദേഹം അതിലൂടെ പറയുന്നത്. അദ്ദേഹം ആദ്യം രാവിലെ എഴുന്നേൽക്കുന്നുണ്ടായിരുന്നു, പിന്നെ രാവിലെ എഴുന്നേൽക്കാൻ തുടങ്ങി, പിന്നെ നടക്കാൻ തുടങ്ങി, പിന്നെ അദ്ദേഹം ഓടാൻ തുടങ്ങി, പിന്നെ അദ്ദേഹം മാരത്തോണിലൊക്കെ പങ്കെടുത്തു, പ്രൈസ് ലഭിച്ചു എന്നൊക്കെയാണ് അത് പറയുന്നത്. അത് തന്നെ എല്ലാവരും സ്വാധീനിച്ചു. ഇപ്പം ഞാൻ വീണ്ടും എന്റെ കല്ലൂര് അടുത്താണ്, എന്റെ സ്റ്റേഡിയത്തിന്റെ അടുത്താണ് എന്റെ റൂം. ഞാൻ രാവിലെ എഴുന്നേറ്റ് പിന്നെ സ്റ്റേഡിയത്തിൽ പോയി ഓടാൻ തുടങ്ങി. അങ്ങനെ ആദ്യം ഞാൻ 100 മീറ്റർ ഓടി, 100, പിന്നെ അത് 200 മീറ്റർ, പിന്നെ 1 കിലോമീറ്റർ, പിന്നെ
അങ്ങനെ അത് കൂട്ടിയിരുന്നു. പിന്നെ അങ്ങനെ ഞാൻ ഒരു മാരത്തോണിന്റെ ഇത് വന്നു. അന്നേരമാണ് എനിക്ക് മാരത്തോണിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരു ഇത് കണ്ടത്. അങ്ങനെ അതിൽ പങ്കെടുത്തു. അങ്ങനെ ഞാനത് 3 കിലോമീറ്റർ മത്സ്യ മാരത്തോണിൽ 3 കിലോമീറ്റർ എന്നത്. ഇത് എന്താണ് അന്ന് ഞാൻ വിചാരിച്ചു എന്നെക്കൊണ്ട് ഇത് സാധിക്കില്ല എന്നാണ്. പക്ഷെ ഇപ്പോ എനിക്ക് തോന്നുന്നു എനിക്ക് ഇതിലും കൂടുതൽ ഇനി അടുത്ത ഇതിൽ കൊച്ചി മാരത്തോണിൽ 10 കിലോമീറ്ററിൽ ഞാൻ പേര് കൊടുക്കും. 10 കിലോമീറ്റർ കൊടുക്കും. അപ്പോ നമ്മള് പിന്നെ ഇവിടെ സേഫ് സാറും പിന്നെ നസറുദ്ദീൻ സാറും സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ലൈഫിലെ എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ആ മൈൻഡ് സെറ്റിൽ നമ്മൾ തീരുമാനിക്കുന്നത്. നമ്മൾ ആവില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും ആവില്ല. പക്ഷെ നമ്മൾ ആവും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും ആവും, അത് നേടാൻ കഴിയും. ഓക്കെ, ഇനി ഈ ഒരു ഫീഡ്ബാക്കിന് അവസരം തന്ന എല്ലാവർക്കും താങ്ക് യു ടു ഓൾ. Thank you, Hakeem sir. I'm happy to hear that. And also, നിങ്ങളുടെ കൊച്ചിയിലെ മാരത്തോണിന് all the very best. സോ ഇന്നത്തെ ഒരു സെഷന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ നിങ്ങൾ എല്ലാവരും ഈ മൈൻഡ് സെറ്റിലേക്ക് ഒരുപാട് പേര് ചേഞ്ചിങ് എന്ന് പറഞ്ഞു. സോ വൺസ് അഗെയിൻ ഓൾ ദ ബെസ്റ്റ്. സോ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഒരു ഗ്രേറ്റ് ഡേ ആശംസിക്കുന്നു. സോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാം.